ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. പഞ്ചായത്ത് ജെട്ടി, ബോട്ട് ജെട്ടിയുടെ ജെട്ടിയാണ്, തെറ്റിദ്ധരിക്കരുത്. എനിക്കും ഈ ഒരു ഓക്വേർഡ്നെസ് തോന്നിയായിരുന്നു ചെറുതായിട്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോകുമ്പം പഞ്ചായത്ത് ജെട്ടി ഉണ്ടോ, ഷോ ഉണ്ടോ ചോദിക്കുമ്പം പുള്ളി എത്ര എണ്ണം ചോദിക്കും. അപ്പം ഞാൻ ഒരെണ്ണം എന്ന് പറയും. അപ്പം ഇത് മനഃപൂർവ്വം ഈ പേരിട്ടതാണെന്ന് തോന്നുന്നു. രണ്ട് രീതിയിലും ശരി, തമാശ ആയിക്കോട്ടെ വെച്ച് ചെയ്തതായിരിക്കണം. എന്തായാലും ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കഥയാണ്. നമ്മുടെ മരമായം ടീമിൻ്റെ സിനിമയാണ്. ഫുൾ മരമായം ടീമുണ്ട്. മരമായം സീരിയലിലെ നടീനടന്മാരും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ എന്നിവരാണ് ഡയറക്ടേഴ്സ്. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനുമാണ് മുഖ്യ റോളിലും. രചന നാരായണൻകുട്ടി ഉണ്ട്. അങ്ങനെ ആ മരമായം ടീം, അതുകൂടാതെ മരമായം ടീം ഫുൾ ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. മരമായത്തിൻ്റെ സീരിയലിൻ്റെ എപ്പിസോഡ്സ് ഞാനങ്ങനെ എല്ലാം കണ്ടിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടീമാണത്. നല്ലപോലെ ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ സിനിമ കുറച്ച് നീണ്ടു പോയതായിട്ട് തോന്നി. 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. അത്രേ ഉള്ളെങ്കിലും ഒരു റബ്ബർ പോലെ നീട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് തോന്നി. സിനിമയുടെ പേര് പറയുന്ന കണക്ക് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ ഇഷ്യൂസ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് നല്ലൊരു രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങ് ഫലവത്തായിട്ടില്ല. പിന്നെ ഒരുപാട് മ്ലേച്ഛമായ ജോക്സ് ഉണ്ട് ഇതിൻ്റെ അത്. ഞാനത് പ്രതീക്ഷിച്ചില്ല. മരമായൻ ടീമിൽ നിന്ന് കുറച്ചുകൂടി നിലവാരമുള്ള തമാശകളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് വളരെ മ്ലേച്ഛമായ കുറേ തമാശകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതുമാത്രമല്ല, പഞ്ചവടിപ്പാലം, വരവേൽപ്പ്, ഗോളാന്തര വാർത്തകൾ, അതിൻ്റെയൊക്കെ ഷെയ്ഡ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയെന്നോ കോപ്പി അടിച്ചതെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്കത് ആ പടങ്ങളെല്ലാം ഓർമ്മ വരും, പ്രത്യേകിച്ച് വരവേൽപ്പ്. ഞാൻ കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല. പഞ്ചായത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പല പല ഇഷ്യൂസ് കാണിക്കുന്നു. പൊളിറ്റിക്സ്, സോഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ പലതും. കുറേയൊക്കെ സില്ലിയാണ്, ചിലതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും വെബ് സീരീസുകളിലും അല്ലെങ്കിൽ നമ്മൾ നേരിട്ടും ഒക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെ ആണ് ഇതിനകത്ത് ഉള്ളത്. അത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അവതരണം മോശമായിപ്പോയി കുറേയൊക്കെ. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് മൊമെൻറ്റ്സ്. ചില മൊമെൻറ്റ്സൊക്കെ നല്ലതാണ്. ചില ലാഫ്സൊക്കെ നമ്മൾ ഉറക്കെ ചിരിച്ചു പോകും, ചില ജോക്സൊക്കെ. പക്ഷേ ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും അഭിനയം, പെർഫോമൻസ് കൺവിൻസിങ് ആണ്. ഇവരാരും സൂപ്പർ സ്റ്റാർസോ വലിയ ആക്ടേഴ്സോ ഒന്നുമല്ല, പക്ഷെ എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളെ കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ നീളം കുറയ്ക്കാവരെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഭേദമായേനെ. എല്ലാവരുടെയും പെർഫോമൻസസ് നല്ലതാണ്. അതിനുവേണ്ടി മാത്രം 2 stars out of 5 for Panchayat Jetty. Thanks for watching.